ഇവിടെ നിൽക്കരുതെന്ന്. അങ്ങോട്ട് മാറി ചെയ്തപ്പോ വേറൊരു കമ്പൗണ്ടർ വന്ന് പറഞ്ഞ് അവിടെ നിൽക്കരുത്. ഇവിടെ എന്നിട്ട് ഇതുവരെ ആരും ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് നിലയുറപ്പിച്ചു. ഇവിടെ ഡോക്ടർ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും മുറ്റു ചാടുക. സലാത്തും സലാമോതുന്നേ വിസ്മയിക്കും കാളി ഞങ്ങൾ തുടങ്ങിയിടുന്നേ അസ്തമിക്കും ശംസിലെയും മടങ്ങാൻ ചൊന്നേ മുസ്തഫ നബി തങ്ങളെ സ്തുതി ഇതാ പാടുന്നേ അസരൂറും കരിമത്തൽ ഹൃദയത്തിളങ്ങി ഇശയൂറും തൂറിയാലും വാചകങ്ങൾ ഇറങ്ങി.
രീതിയിൽ ഈ പ്രാവശ്യം രണ്ട് ടീച്ചർമാരെ, ജ്യോതി ടീച്ചറെയും ശരി ടീച്ചറെയും പറഞ്ഞേക്കണം. അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. പക്ഷെ ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ടുകൊണ്ട് കഴിഞ്ഞ വർഷം അതിന് പറ്റിയില്ല. ഈ വർഷം ഞങ്ങളെല്ലാവരും പോവുകയാണ്. എന്നാലും എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടാണ് പോകാമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇങ്ങനെ രാവിലെ പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ ഉച്ചയ്ക്ക് 3 മണിക്ക് നമ്മൾ പരിപാടി തുടങ്ങി. കുട്ടികൾ നല്ല രീതിയിൽ ഡാൻസ് കളിച്ചു. ഇനി ഇതിൻ്റെ പുറമെ ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ കലാപരിപാടികളുണ്ട്, സമ്മാനദാനമുണ്ട്. സ്കൂളിന് വേണ്ടിയിട്ട് ഇത്രയും വർഷം ഞാൻ PTA പ്രസിഡന്റ് അല്ലെങ്കിലും അതിൻ്റെ പുറമെ എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഞാൻ എല്ലാവരും കൂടെ നിന്ന് ചെയ്തൊരു മനുഷ്യനാണ്. അതിന് നമ്മളെ ഈ എല്ലാവരും, എല്ലാ ടീച്ചർമാരും എൻ്റെ കൂടെ നിന്ന് നമ്മൾ പറയണത് അവർ വേണം നമ്മൾ ചെയ്ത് സ്കൂളിന് വേണ്ടിയിട്ട് ഇനി ഞാൻ ഈ സ്കൂളിൽ പോയി കഴിഞ്ഞാലും ഇവർ വിളിക്കുക, രാജേഷ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓടിയെത്തും. അത്രയും ഈ സ്കൂളിനോട്, ഞാൻ പഠിച്ച സ്കൂളല്ലെങ്കിലും ഈ സ്കൂളിനോട് അത്രയും കടപ്പാടുണ്ട്. പണ്ട് മേലെ സ്കൂളാവുന്ന സമയത്ത് ഞാൻ ഡാൻസ് പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അവിടെ ഡാൻസ് പഠിപ്പിക്കുക. അന്നൊരു അച്ഛൻ്റെ പേര് എനിക്കറിയാം. അച്ഛൻ വരും, അച്ഛൻ്റെ അടുത്ത് ഇരിക്കും. അന്ന് പള്ളി ഇങ്ങനെയല്ല, ഇപ്പോഴത്തെ പള്ളി ചെറിയ സ്കൂളിനോട് ചെറിയൊരു കാർ പോർച്ച് ഉണ്ട്, അവിടുന്ന് ഡാൻസ് പഠിപ്പിക്കുക. ഒരു താടിയുള്ള അച്ഛൻ്റെ പേര് എനിക്കറിയില്ല. അച്ഛൻ വരും, എൻ്റെ കൂടെ ഇരിക്കും, ഡാൻസ് കളിക്കും. അങ്ങനെ അച്ഛൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അങ്ങനെ ആ ഡാൻസ് നിന്നു. റോസ് ടീച്ചറുടെ സമയത്താണ്. അങ്ങനെ അത്രയും മുമ്പേ ഞാൻ ഈ സ്കൂളിൽ അത്രയുണ്ട്. അപ്പോൾ ഈ സ്കൂളിൻ്റെ അത്രയും ബന്ധമുണ്ട്. അതുകൊണ്ട് ഇനിയും ഈ സ്കൂളിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന് എൻ്റെ കൂടെ ഉള്ള എല്ലാ രക്ഷിതാക്കളും കുട്ടികളും, ഞാൻ എന്നും പറയും കുട്ടികളോട്, എല്ലാം ഇവിടെ എന്തെങ്കിലും കാര്യം വെച്ചാൽ കുട്ടിയോട് പറയും, ഈ സ്കൂളിൻ്റെ പേര് നിങ്ങൾ എന്താക്കണം, പുറത്ത് കൊണ്ടുപോയിട്ട് അടുത്ത സ്കൂളിലേക്ക് പോകുമ്പം എവിടെ നിന്നാണ് കുട്ടി വന്നത്, ഞാൻ സെന്റ് പോൾസ് സ്കൂളിൽ നിന്ന്, അത് പറയിക്കണം. പഠിച്ചിട്ടായാലും കലാരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും എല്ലാത്തിലും ഈ സ്കൂള് ഒരു പടി മുന്നേ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇത്രത്തോളം നമ്മൾ ചെയ്തു വെച്ചു. സ്നേഹമുള്ള അധ്യാപകരെ, അനധ്യാപകരെ, ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതുപോലെ മുൻപ് പഠിച്ചിട്ടുള്ള പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അവരുടെ മാതാപിതാക്കളെ, നമ്മളിവിടെ ഒത്തുകൂടിയതിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്കെല്ലാവർക്കും നല്ലപോലെ അറിയാം. നമ്മുടെ വിദ്യാലയത്തിൻ്റെ 80ാം വാർഷികം ആഘോഷ ദിനമാണ് ഇന്ന്. 3 മണി മുതൽ നമ്മളതിൻ്റെ ആഘോഷ പരിപാടികളൊക്കെ ആരംഭിച്ചു. ഇപ്പോൾ ഇവിടെ ഈ സമയം, ഈ 7 മണി മുതലുള്ള അല്ലെങ്കിൽ 7:30 മുതലുള്ള നമ്മുടെ ഈ ഒത്തുകൂടലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 അധ്യാപകര്, ജ്യോതി ടീച്ചറും അതുപോലെ ഷെറീന ടീച്ചറും, അവരുടെ അനേക വർഷം നീണ്ടുനിന്ന സേവന ശുശ്രൂഷ പൂർത്തിയാക്കി ഈ വിദ്യാലയത്തിൽ നിന്ന് യാത്രയാവാണ്. അനേക വർഷം എന്ന് പറഞ്ഞാൽ ഒരാള് 34 വർഷം, ജ്യോതി ടീച്ചർ, നമ്മുടെ ഹെഡ് മിസ്ട്രസ് കൂടിയായിരിക്കുന്ന ജ്യോതി ടീച്ചർ 34 വർഷം നീണ്ടു നിന്നൊരു സേവന ശുശ്രൂഷയാണ് ഈ വിദ്യാലയത്തിൽ നിർവഹിച്ചത്. ഷെറീന ടീച്ചറാണെങ്കിൽ 31 വർഷം. ഈ 34-31 വർഷങ്ങൾ എന്ന് പറഞ്ഞൊരു വലിയ കാലയളവാണ്. ഇത് എത്ര വലിയ കാലയളവാണ് എന്ന് നമുക്ക് ശരിക്കും ബോധ്യമാകണമെങ്കിൽ നമ്മുടെ ഒരു മനുഷ്യന്റെ ആയുസ്സിനോട് അതിനെ കമ്പയർ ചെയ്യണം. സാധാരണ ഒരു മനുഷ്യന്റെ ആയുസ് എത്ര വർഷമാണ്? ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ് ഏജ്, ഓരോരുത്തർക്കും വ്യത്യസ്ത പ്രായളവായിരിക്കും. എന്നിരുന്നാലും ഒരു ആവറേജ് പ്രായം നോക്കിയാൽ ലോകമൊട്ടുക മനുഷ്യരുടെ ഒരു ആവറേജ് പ്രായം എത്രയെന്ന് ചോദിച്ചാൽ 73 വയസ്സെന്നാണ് പറയുക. 73 വയസ്സ്. ഇന്ത്യയിലല്ല, കേരളത്തിൽ അത് 75 വയസ്സാണ് ആവറേജ് പ്രായമായിട്ട് പറയുക. 75 വയസ്സാണ് കേരളത്തിലെ ഒരാളുടെ ആവറേജ് പ്രായം. സ്ത്രീകൾക്ക് കുറച്ചുകൂടി കൂടുതലാണ്, 78 വയസ്സ് വരെ എന്നൊക്കെ പറയും. ഞാനിത് പറയാൻ കാരണം ഒരു മനുഷ്യന്റെ ആയുസ്സിനോട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ 31 വർഷം അല്ലെങ്കിൽ 34 വർഷം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാല അളവായി നമുക്ക് മനസ്സിലാവുക. പക്ഷെ ഇവരുടെ ആയുസ്സിന്റെ നല്ലൊരു ഭാഗം, അവരുടെ ആരോഗ്യം, സമയം, അവരുടെ അധ്വാനം എല്ലാം അവർ സ്പെൻഡ് ചെയ്തത്, ചെലവഴിച്ചത് ഈ വിദ്യാലയത്തിലാണ്. ഇവിടെയുള്ള നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടാണ്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്,
അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ്. ഒരു ചേച്ചി വന്ന് ഒരു പ്രയർ റിക്വസ്റ്റ്, ഒരു പ്രാർത്ഥനാ സഹായം ചോദിച്ചു. അച്ഛാ, എന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. മകൻ വിദേശത്താണ്, അവനവിടെ ജോലി പറ്റുന്നില്ല, കാനഡയിലാണ്, അവനവിടെ ജോലി പറ്റുന്നില്ല, വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും തിരിച്ചു വരണം എന്നാണ് പറയണത്. ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിദേശത്തേക്ക് മകനെ അയക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ കയ്യിൽ പൈസയുള്ളവരൊന്നുമല്ല. പക്ഷേ വീടിന്റെ ആധാരം അത് ബാങ്കിൽ ഈടായിട്ട് കൊടുത്ത് 30 ലക്ഷം അതിലെത്രയോ വലിയ എന്തൊരു തുക അവർ ലോൺ എടുത്തിട്ടാണ് മകനെ പറഞ്ഞു വിട്ടത്. ഇപ്പോൾ മകൻ തിരിച്ചു വരണമെന്നാണ് പറയണേ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ ഭയപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ അവന് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടേ? നിങ്ങൾ എന്തിനാ അവന് താല്പര്യമില്ലാത്തൊരു ജോലിക്ക് അവനെ നിർബന്ധിച്ച് അയച്ചേ എന്ന് ചോദിച്ചു. അപ്പൊ ആ അമ്മ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ നിർബന്ധിച്ച് വിട്ടതല്ല, അവന്റെ ആഗ്രഹത്തിൽ അവൻ പോയതാണ്. ഞങ്ങൾ അവനെ ഒരുപാട് നിരുത്സാഹപ്പെടുത്തി. കാരണം അവൻ ഇതിനു മുമ്പും ചെയ്ത ജോലികൾ കണ്ടിന്യൂ ചെയ്തിരുന്നില്ല. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞ് നിർത്തും, അവന് പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആദ്യം ഞങ്ങളത് ശരിയാണെന്ന് കരുതി. പക്ഷെ അടുത്ത ജോലിക്ക് പോകുന്നു, അതും കുറച്ച് കഴിയുമ്പോൾ നിർത്തുന്നു. അപ്പൊ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറയും, പിന്നെയും വേറെ സ്ഥലത്ത് പോകും. ഇതിപ്പോ അങ്ങനെ ഇരിക്കെയാണ് ഇതുപോലെ വിദേശത്തേക്ക് പോയി എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അവൻ നിർബന്ധം പിടിച്ചത്. ഞങ്ങൾ ആദ്യം ഇതേ അവസ്ഥ ആവർത്തിക്കുമെന്ന് ഭയന്ന് വേണ്ട എന്നൊക്കെയാണ് ആദ്യം ഞങ്ങൾ ഒരുപാട് പറഞ്ഞത്. ഞങ്ങളുടെ കയ്യിൽ പണമില്ല, എന്നിരുന്നാലും ഇവന്റെ നിർബന്ധം സഹിക്കവയ്യാതെ 1 വർഷം കൊണ്ട് കടമൊക്കെ അവൻ വീട്ടിക്കോളാം എന്ന് ഉറപ്പ് തന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ്. വീടിന്റെ ആധാരം ഇപ്പോ ബാങ്കിലാണ്, അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഇവനാണെങ്കിൽ 1 മാസം കഷ്ടയോടെ ജോലി ചെയ്തിട്ടുള്ളൂ. തിരിച്ചു വരണം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആകെ സങ്കടത്തിലാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് ഒത്തിരി പേര് ഇതുപോലെയുള്ള ഏകദേശം സമാനമായ ഒരു പ്രയർ റിക്വസ്റ്റുകളുമായിട്ട് വരാറുണ്ട്. ഞാനിത് പറയാൻ കാരണം അവരെ ഏതെങ്കിലും രീതിയിൽ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടോ വിധിക്കാൻ വേണ്ടിയിട്ടോ അല്ല. കാരണങ്ങൾ പലതുണ്ടാകാം. ഈ പഴയ ഒരു തലമുറ, ഇപ്പൊ എന്റെയൊക്കെ മാതാപിതാക്കളുടെ കാര്യം നോക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നം, അല്ലെങ്കിൽ ആ ഒരു തലമുറയുടെ കാര്യം പറയുന്നത്, അവർക്കൊക്കെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയും പ്രശ്നം വന്നാലും എങ്ങനെയെങ്കിലും അതിനെ ഓവർകം ചെയ്യാൻ പിടിച്ചു നിൽക്കുമായിരുന്നു. ഞങ്ങളുടെയൊക്കെ ജനറേഷൻ വന്നപ്പോൾ ആ ഒരു കപ്പാസിറ്റി കുറഞ്ഞു വന്നു. ഇപ്പോൾ ഉള്ള ഞങ്ങളെക്കാളും ജൂനിയറായ ജനറേഷന്റെ കാര്യം വരുമ്പോൾ തീരെ അതില്ലാതെ, അതായത് ജോലിയിൽ ഒരു സ്ഥിരതയോടെ നിൽക്കാനുള്ള, അതിന്റെ ക്രൈസിസുകളെ ഓവർകം ചെയ്യാൻ, അതിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കാം, അത് പറ്റുന്നില്ല. എന്തോ നമുക്ക് അറിഞ്ഞുകൂടെ എന്താണ് അതിന്റെ യഥാർത്ഥ കാരണം. എന്തൊക്കെയോ കാരണങ്ങളാൽ അത് സാധിക്കുന്നില്ല. അപ്പൊ ഇത് പറഞ്ഞത് വേറെ ആരെയും യങ് ജനറേഷൻ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് 31 വർഷം അല്ലെങ്കിൽ 34 വർഷം നമ്മുടെ പ്രിയപ്പെട്ട ഈ 2 അധ്യാപകര് അവരുടെ ആയുസ്സും അവരുടെ ആരോഗ്യവും അവരുടെ സമയവും അവരുടെ കഷ്ടപ്പാടും ഒക്കെ ഈ ഒരു വിദ്യാലയത്തിന് വേണ്ടി, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ചു എന്ന് പറയുമ്പോൾ അതൊരു വലിയ സുദീർഘമായ കാലഘട്ടമാണ്. അത് എല്ലാ അർത്ഥത്തിലും നമ്മൾ വളരെ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കേണ്ടതും ഏറെ കൃതജ്ഞതയോടെ അവരെ യാത്രയാക്കേണ്ടതും, തുടർന്നും അവരെ നമ്മുടെ ഓർമ്മകളിൽ അവർ തീർച്ചയായിട്ടും ഉണ്ടാകും. അവരോടൊപ്പം തന്നെ എല്ലാ വർഷവും ഒരു ബാച്ച് കൂടെ കടന്നു പോവാണ്. ഇപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ ഈ വർഷം കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മാതാപിതാക്കളും ഒരുപക്ഷെ ഈ വിദ്യാലയത്തിൽ നിന്ന് അടുത്ത ഒരു ഇതിലേക്ക് പോകാണ്, അടുത്തൊരു ഘട്ടത്തിലേക്ക് നീങ്ങാണ്. അപ്പോൾ അവർക്കും ഇതൊരു റിട്ടയർമെന്റ് തന്നെയാണ്. പക്ഷെ അവരിൽ ചിലരുടെയെങ്കിലും അനിയനോ അനിയത്തിയോ ഒക്കെ ഇവിടെ പഠിക്കുന്നവരുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ വിദ്യാലയവുമായിട്ടുള്ള ബന്ധം തുടരും. വിദ്യാലയവുമായിട്ടുള്ള ബന്ധം ഇനിയും തുടരട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ PTA പ്രസിഡന്റ് രാജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബന്ധം നമുക്ക്, ഈ വിദ്യാലയത്തോടുള്ള ബന്ധം അത് എല്ലാ അർത്ഥത്തിലും തുടരാനായിട്ട് നമുക്ക് ശ്രമിക്കാം. മുഖ്യാതിഥി പരപ്പു എന്ന നാമധേയത്തിൽ അറിയുന്ന വിപിൻ ദാസിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊടുക്കും. സാരംഗി 2K26 മുഖ്യാതിഥിയായി നമ്മുടെ സ്കൂൾ കലാലയത്തിലേക്ക് എത്തിച്ചേർന്ന ശ്രീ പരപ്പു ബിപിൻ ദാസ് അവരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടേക്ക് ക്ഷണിക്കുന്ന സമയത്ത് യൂട്യൂബർ, ഒരു സിനിമാ പ്രവർത്തകൻ എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് അപ്പുറത്തേക്ക് ഞാൻ ആദ്യം തന്നെ പറയാം, ഞാനൊരു നാടക പ്രവർത്തകനാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിലെങ്ങോളം കുട്ടികൾക്കിടയിൽ നാടകം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളൊരു നാടകക്കാരനാണ്. അത് അഭിമാനത്തോട് കൂടിയിട്ട് ഒരു വേദി എന്ന് വിളിച്ചു പറയാതെ വയ്യ. കടലുണ്ടിലേക്ക് ഇങ്ങനെ ഒരു പരിപാടിക്ക് വരുന്ന സമയത്ത് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഏറെ ഇഷ്ടപ്പെട്ട കുറേ കലാകാരന്മാരുള്ള നാടാണ് കടലുണ്ടി. പ്രത്യേകിച്ച് ഈ ഒരു സ്പേസ് തന്നെ ഞാൻ അത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരു നാടക പ്രവർത്തകന്റെ ഒരു ഇടമാണ്.
പ്രിയേട്ടൻ ഇവിടെ ഉണ്ട്, ഫോട്ടോഗ്രാഫറൊക്കെ ആയിട്ട്. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത് എൻ്റെ സുഹൃത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ചേച്ചിയും അവരുടെ ഭർത്താവൊക്കെ ഇവിടെ ഉണ്ട്, ബൈജു ഏട്ടനൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളത്. ശരിക്കും വിപിൻ ദാസ് അല്ലെങ്കിൽ പരപ്പു എന്നുള്ള പേരൊക്കെ പറയുമ്പോൾ ഒരു കുട്ടികളൊക്കെ കേൾക്കുമ്പോൾ ഇത് എന്ത് പേരാണെന്ന് വിചാരിക്കും. ഇന്നെ പലർക്കും അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഓരോ സമയത്തും ഓരോ രൂപത്തിലേക്ക് വരുന്നതുകൊണ്ട് പലപ്പോഴും പലർക്കും മനസ്സിലാവില്ലെങ്കിലും പിന്നീട് കാണുന്ന സമയത്തൊക്കെ ആയിരിക്കും നേരത്തെ കണ്ട ഏതൊക്കെയോ റീലുകളിലൂടെ ഏതൊക്കെയോ ഇടങ്ങളിലൂടെയൊക്കെ പരിചയമായിട്ടുള്ള ഒരാളായിട്ട്. ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് തന്നെ ഞാനിങ്ങനെ ഈ നമ്മളെ റോട്ടിന് ഇങ്ങനെ അങ്ങോട്ട് വരുന്ന സമയത്ത് 2 സിസ്റ്റർമാരെ കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നമ്മൾ സ്കൂൾ എവിടെയാ ടീച്ചറെ അല്ല സിസ്റ്ററെ എന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, സ്കൂളിലേക്ക് ഞാനും പോകുന്നത്, ഞാനും വന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ എൻ്റെ വണ്ടിയിൽ കയറിയിട്ട് ഭയങ്കര രസകരമായിട്ട് സംസാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഭയങ്കര അനുഭവം ചെയ്തത് കേട്ടോ. ഈ ഒരു പ്രദേശം തന്നെ എനിക്ക് ഈ ഒരു സ്പേസ്, ഈ റോഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കുറേ അനുഭവങ്ങളാണ്. കുട്ടിക്കാലം മുതലേ നമ്മളെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ പലയിടങ്ങളിൽ നിന്നായിട്ട് വരുന്ന സമയത്ത് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരിടമായിരുന്നത്. ഇത് കൂടെ ഞങ്ങൾ നടന്നൊന്നും പോയിട്ടില്ല, ഞങ്ങൾ ഓടുക ചെയ്തിട്ടുള്ളത്. പലപ്പോഴും വണ്ടിക്ക് ഭയങ്കര സ്പീഡിൽ പോകുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അടുത്തൊരു കാലത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ സിനിമ കാണാൻ വേണ്ടി കോഴിക്കോട് പോയിട്ട് ഞാനും വൈഫ്, മോനൊരു ചെറിയ കുഞ്ഞാ, അവനൊരു 4 വയസ്സായിട്ടുള്ളൂ. അവനൊരു 3 വയസ്സായ സമയത്ത് ഞങ്ങൾ 3 പേരും കൂടി ബൈക്കിന് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ അശ്വിനി വൈഫിനോട് പറഞ്ഞു, ഈ റൂട്ടിൽ പോവാ, ഇതൊക്കെ ഭയങ്കര അനുഭവമുള്ള കുറേ ഇഷ്ടമുള്ള റോഡാണ്, പണ്ട് കുറേ പേടിപ്പിച്ച റോഡാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നാ പോണ്ട, ഞാൻ പറഞ്ഞു പോണം, രസല്ലേ, അങ്ങനെയൊക്കെ അയിക്കൂടെ പോവാ. പക്ഷേ കുട്ടികൾ പറഞ്ഞ പോലെ കുന്തളി പോണ്ടെന്നറിയില്ല. ഞാൻ ആ നട്ടപ്പാതിലേക്ക് ഇത് കൂടെ വന്നപ്പോൾ ഒരു 10-50 നായകൾ ഞങ്ങളെ പിറകിലാണ്ട് ഓടി. എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ പറ്റില്ലത്. എൻ്റെ അമ്മ ഓട്ടം എന്ന് പറഞ്ഞാൽ എന്തൊരു ഓട്ടം എന്നറിയോ, കുട്ടി ഉറങ്ങിയതുകൊണ്ട് അറിഞ്ഞില്ല. പക്ഷെ ഞാൻ ഈ സ്കൂളൊന്നും കണ്ടിട്ടില്ല, എന്ന് പറഞ്ഞിട്ടാ പോയിട്ടുള്ളത്. നേരെ പോയിട്ട് നമ്മളെ പുഴേന്റെ സൈഡിൽ പോയിട്ട് കിതച്ച് നിന്ന് അമ്പോ ഭയങ്കര അനുഭവമുള്ള കുറച്ച്, അതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും ഇഷ്ടമുള്ള സ്പേസ് ആണ് കേട്ടോ. അതുകൂടി പറയാതെ വയ്യ. ഞാനിതൊക്കെ പറയുന്ന കൂട്ടത്തില് ഇന്നിപ്പോ മുമ്പിലിരുന്ന് കേൾക്കുന്നത് കുറെ രക്ഷിതാക്കളാണ്, കുട്ടികളാണ് പൊതുവെ ഉണ്ടാവുന്നത്. പക്ഷെ കുട്ടികൾ നേരത്തെ വന്നപ്പോൾ തന്നെ ഡാൻസ് ഒക്കെ കളിച്ച് തളർന്നാണോ ഫുഡൊക്കെ കഴിച്ചിട്ട് അവരിങ്ങനെ അവരെ ലോകത്തിലാണ്. ഒരുപക്ഷെ ഒരു 100-200 കുട്ടികൾ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടികളെ വെച്ച് കളിക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. പൊതുവെ എൻ്റെ ജോലി അതാണ്, ഞാൻ ട്രെയിനറാണ്. മറ്റേതെങ്കിലും ഒരു സമയത്ത് സ്കൂളിലേക്കൊക്കെ വന്നിട്ട് കുട്ടികളുമായിട്ട് സംവദിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഒരു സമയം ഉണ്ടാവട്ടെ. ഞാൻ എന്തായാലും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, നാടക പ്രവർത്തനം കൂടിയായിട്ടുള്ള വിജയശേട്ടന്റെ, ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട വിജയശേട്ടന്റെ 2-3 വരികൾ ഇവിടെ ചൊല്ലാതിരിക്കാൻ പറ്റൂല. അത്രയേറെ സ്നേഹം തുളുമ്പുന്ന ഒരു സ്പേസ് ആണ്. പ്രത്യേകിച്ച് PTA പ്രസിഡന്റ് ഒക്കെ പറയുമ്പോൾ കണ്ണ് നിറഞ്ഞു പോയി, ഇപ്പൊ കരഞ്ഞു പോകാന്നൊക്കെ തോന്നിപ്പോയി. അത്രയേറെ അടിപൊളിയായിട്ടുള്ള കുറെ മനുഷ്യരുള്ള സ്നേഹത്തോട് കൂടിയിട്ട് കുറെ ആളുകൾ ചേർന്ന് നിൽക്കുന്ന ഒരിടാണ്. ഒരമ്മ പെറ്റതുപോലെ എല്ലാരും ഇങ്ങനെ തന്നെയാ, മരിക്കുന്നുള്ളത് നേരാ, നമ്മള് മരിക്കുന്നുള്ളത് സത്യ. ഒന്ന് വെറുതെ പാട്ടിനും കൂടെ പറ്റണേ കൈയടിക്കണം കേട്ടോ. ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ, ആരുടെ കൂടെ നിൽക്കും, ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ, ആരുടെ കൂടെ നിൽക്കും, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. കാശിന്റെ കൊട്ടാര മുറ്റത്ത് ഒരു പൂവും വിരിയില്ല കേട്ടോ, 100ന്റെ കെട്ടിന്റെ മുന്നിൽ ഒരു പാട്ടും പിറക്കില്ല കേട്ടോ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. എപ്പോഴും കോഴിക്കോടേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. എന്നുവെച്ചാൽ കടലുണ്ടിക്കാരെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര അസൂയോട് കൂടിയിട്ടൊക്കെ നോക്കിയൊരു കാലുണ്ട്. കാരണം ഞാൻ പരപ്പനങ്ങാടി മലപ്പുറം ജില്ലയിലല്ലോ, കോഴിക്കോട്ടുകാരാണ് ഏറ്റവും വലിയ കലാകാരന്മാരെന്നൊക്കെ അറിഞ്ഞിട്ട് 10 രൂപയ്ക്ക് അല്ലെങ്കിൽ ലോക്കൽ വണ്ടിക്കൊക്കെ നേരെ കോഴിക്കോട് പോയി കയറിയിട്ട് അവിടെ പോയി കറങ്ങിയിട്ടൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം കലാകാരനാവണം എങ്ങനെങ്കിലും. കടലുണ്ടിയിലെ ഏറ്റവും പ്രിയപ്പെട്ട കുറെ മനുഷ്യരുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല, നിർത്തുന്നു. ഈ സ്കൂളിലെ എല്ലാ ആളുകൾക്കും കുറെ സ്നേഹം. താങ്ക് യു.
LKG ക്ലാസ്സിൽ പഠിക്കുന്ന ആദവ്, അഥർവ്, അദ്വിൻ, ആയുഷ് അരുൺ, ആകാശ്, ധനുർദേവ്, ധ്രുവിൻ ദേവ്, റയാൻ രുദ്ര, ഫെയ്ദ് നിഷാൽ, ഹൻഷിത്, റോനൽ പോൾ, സാത്വിക് ടി, മുഹമ്മദ് ദിൽബർ ഷാ, ആതിഥേയ KP, അദ്വിക സി, അനിക ടി, ആലിയ പി, ആരാധ്യ CK, ആർജിത കൃഷ്ണ, ഐറിൻ അൻസൽ, ധ്രുവിക പി, ഗൗരി വി അഖിൽ, ജാൻവി എൻ ജ്യോതിഷ്, ജാൻവി CK, ജാൻവി പി, ഇഷ ജാനകി, ജിയ പി, കിയാര PR, നൗറ ഷെറിൻ, നിവേദിത ടി, സാത്മിക, തന്യ, പിയ ആൻഡ് അക്ഷര. UKG ക്ലാസ്സിൽ പഠിക്കുന്ന